മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ഇതേ ആരോഗ്യ മേഖലയ്ക്ക് കീഴിൽ നടക്കുന്ന ഒരു സമരം. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന നീതി തേടി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സമരമിരിക്കുന്നുണ്ട്. സംഭവം നടന്ന് 4.5 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്ന് ഹർഷിന ഇപ്പോഴും ആരോപിക്കുന്നു. കോടതിയിൽ കേസ് നടക്കുകയാണെന്നും കോടതി വിധിക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതികരണങ്ങൾ കേൾക്കാം. ആരോഗ്യമന്ത്രി സമരപ്പന്തൽ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഹർഷിനക്ക് പരിഹാരം ഉണ്ടാക്കും, ഇത്രയും വലിയ വേദന അനുഭവിച്ച ഒരാൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും ഉറപ്പ് തന്ന് 15 ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞു പോയ ഒരാളാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സമരത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം വന്നത്. അതൊരിക്കലും നമുക്ക് പര്യാപ്തമല്ല. നമ്മളെ നഷ്ടങ്ങൾക്ക് ഒരു തരത്തിലും ഒരു പരിഹാരമാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മളത് പോരാന്ന് പറഞ്ഞു. നമ്മൾ വാങ്ങിയിട്ടില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് വന്ന ഇത്രയും വലിയൊരു പിഴവിന് ആര് തരും ഞങ്ങൾക്ക് നീതി എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്ന അന്നം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാകുമല്ലോ നമ്മളെ കൂടെയാണോ അല്ലെങ്കിൽ നമ്മളെ വാക്കുകളിൽ മാത്രമാണോ എന്നുള്ള കാര്യം. ഹർഷിനയുടെ വാക്കുകളാണ് കേട്ടത്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ഹർഷിനയുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം നമ്മൾ മാധ്യമങ്ങളും കേട്ടിട്ടുണ്ട്. ഹർഷിനയ്ക്കൊപ്പമാണെന്ന് ആരോഗ്യമന്ത്രി അവരെ ചേർത്ത് നിർത്തി പറയുന്നത്. പക്ഷേ അവരെ കണ്ടു, കെട്ടിപ്പിടിച്ചു, മുത്തം നൽകി, ഹർഷിനയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ നീതി കിട്ടിയില്ലെന്ന് ഹർഷിന പറയുകയാണ്. സമരം തുടരുകയാണ്. ഇവിടെ വൈകി ലഭിക്കുന്ന നീതി അനീതിയാണ് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇവിടെ ഹർഷീന അനുഭവിക്കുന്ന മാനസികമായ വ്യഥകൾ വളരെ വലുതാണ്. ഇവിടെ ഹർഷീനയുടെ ആവശ്യം, പ്രധാനപ്പെട്ട 2 ആവശ്യം. ഒന്ന്, ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അവരെ ശിക്ഷിക്കുക. ഒപ്പം തന്നെ തനിക്ക് ആവശ്യമായ തന്റെ നഷ്ടപരിഹാര തുക അത് സർക്കാർ അനുവദിക്കും. പക്ഷേ ഈ 2 കാര്യങ്ങളും അട്ടിമറിക്കപ്പെടുകയാണ്. ആദ്യം 103 ദിവസം തെരുവിൽ സമരം ചെയ്ത ശേഷമായിരുന്നു പോലീസ് അടക്കം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നീട് കുറ്റപത്രത്തിന് ശേഷം കോടതി അടക്കം ഈ കേസ് പരിഗണിച്ചതിന്റെ വിചാരണ ഘട്ടത്തിലാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായതും പിന്നീട് ഹൈക്കോടതി അടക്കം ഈ കേസ് ഇതിന്റെ വിചാരണ സ്റ്റേ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെ കേസ് വരെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് എത്തി. പക്ഷെ തനിക്ക് ഇപ്പോഴിതാ 10 ലക്ഷം രൂപയോളം തന്റെ ആരോഗ്യസ്ഥിതിക്ക് തന്നെ ചിലവായി വന്നു. ഇപ്പോഴിതാ 1 ലക്ഷം രൂപ പ്രതിപക്ഷ നേതാവ് തന്നു. പക്ഷെ ആ തുകയൊന്നും മതിയായി വരുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാര തുക അടക്കം ലഭിക്കാത്തൊരു ഘട്ടത്തിലാണ് ഈ സമരം ഇപ്പോഴിതാ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അടക്കം നീട്ടേണ്ട ഒരു ഗതികേടിലേക്ക് വന്നത്. ഇനി വരും ദിവസങ്ങളിൽ അത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിലോ അല്ലെങ്കിൽ അത് നിയമസഭയുടെ മുൻപിലോ ഒക്കെ തന്നെ വരും കാലങ്ങളിൽ സമരം ഉണ്ടാകുമെന്ന് തന്നെ ഹർഷീന പറയുന്നുണ്ട്. 5 വർഷക്കാലം എന്താണ് അസുഖമെന്നറിയാതെയായിരുന്നു ഹർഷീന വയറ്റിൽ കത്രിക കിടന്നിട്ടും അതറിയാതെയായിരുന്നു എന്താണ് അസുഖം എന്നറിയാതെ അതിന്റെ പേരിൽ ചികിത്സിച്ചതും ആ വേദനയും ഒക്കെ തന്നെ അനുഭവിച്ചത്. ഇപ്പോഴിതാ ആ കത്രികയുടെ സംഭവം, അങ്ങനെ ഒരു ഞെട്ടുന്ന വാർത്ത കേരളം കേട്ടിട്ട് 3.5 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഹർഷീനയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ആ നീതിക്ക് വേണ്ടിയിട്ട് ഹർഷീന മുട്ടാത്ത വാതുകളില്ല. ആരോഗ്യമന്ത്രി സമരപ്പന്തലിലെത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതല്ലാതെ തന്നോട് ആ രീതിയിൽ സമാശ്വാസം നൽകുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതി ലഭിക്കുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ ഹർഷീനയുടെ ഈ സമരത്തിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ട് എന്ന വലിയ ആക്ഷേപം ഉയർന്ന ഘട്ടത്തിലും തന്റെ സമരം അല്ലെങ്കിൽ താൻ നിലനിൽക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്, മനുഷ്യത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു മനസ്സാക്ഷി തന്നോട് കാണിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഉള്ളത്. ഈ കേസിൽ 2 ഡോക്ടർമാരെ, ഒരു നഴ്സിനെ അടക്കം കുറ്റക്കാരാണ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതിനടക്കമുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിരുന്നു പോലീസ് കോടതിയിൽ കുറ്റപത്രം ഹാജരാക്കിയത്. പക്ഷേ കുറ്റപത്രം അടക്കം കോടതിയിലെത്തി കുറ്റക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന വക്കോളം എത്തിയത് വിചാരണയുടെ ഘട്ടത്തിൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്ത തീരുമാനത്തിലടക്കം പ്രോസിക്യൂഷൻ മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടാക്കിയെന്നടക്കമുള്ള ആരോപണങ്ങളുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ അത് ആരോഗ്യമന്ത്രിയുടെ അടക്കമുള്ള വീട്ടിലേക്കും ഒപ്പം തന്നെ ഔദ്യോഗികമായ മന്ത്രിമാരുടെ വസതിയിലേക്കും സെക്രട്ടേറിയറ്റിന് മുൻപിലും തന്നെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ഹർഷീന തന്റെ സമരം നീട്ടും എന്ന ഉറച്ച തീരുമാനത്തിലേക്കാണ്. തന്റെ സമരം ഒന്നുകൂടി കടുപ്പിക്കാനാണ് ഹർഷീനയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട ഒരു സമരസമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, മനീഷ് മഹിബാൽ, വ്യക്തമാണ്. പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വർഷങ്ങളോളം ഒരു ചികിത്സാ പിഴവിൽ ശാരീരികമായി ബുദ്ധിമുട്ടി നീറി ജീവിച്ച ഒരു സ്ത്രീ ഇപ്പോൾ ഇതാ മനസ്സ് നീറി കാലങ്ങളോളം ഒരു സമരം ചെയ്യുകയാണ്, നീതി ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ തന്നെ അവർ പറയുകയാണ്, എവിടെ തനിക്കൊപ്പമെന്ന് പറഞ്ഞ സിസ്റ്റം എവിടെ എന്നുള്ളതാണ് ഹർഷിനയുടെ ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.